യെസ്, അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്ത് അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ദീപാദാസ് മുൻഷി അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദീപാദാസ് മുൻഷി അവിടെ നേതാക്കളുമായി സംസാരിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ 10 മണിക്കാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം മറ്റ് മന്ത്രിമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ നടത്തുന്നത്. എന്തായാലും അതിന്റെ തയ്യാറെടുപ്പുകളാണ്. ഏകദേശം 30,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ സാധാരണക്കാരുണ്ടാകും, VIP-കളായിട്ടുള്ളവരുണ്ടാവും. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരൊക്കെ തന്നെ നാളെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാകും. ഇപ്പോൾ അക്ഷയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അക്ഷയ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ദീപദാസ് മുൻഷി. എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. വിവരങ്ങൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് 10 വർഷത്തിന് ശേഷം UDF സർക്കാർ പത്തരമാറ്റോടുകൂടി അധികാരത്തിലേറുകയാണ്. ആ അധികാരത്തിലേറുന്ന ദിവസത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അതിമനോഹരമാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, VVIP-കൾ അടക്കം തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. അതിന്റെ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപദാസ് മുൻഷിയുടെ ആ ഒരു ശ്രമം കൂടി ഈ ഒരു പത്തരമാറ്റ വിജയത്തിന് പിന്നിലുണ്ടെന്ന് പറയേണ്ടതുണ്ട്. അപ്പൊ അവർ വന്ന് ഇന്ന് ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയാണ്. എന്തായി, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര സനലും ദീപദാസ് മുൻഷിയോടൊപ്പം ഉണ്ട്. വാർത്തകളോടൊപ്പമാണ് ദീപദാസ് മുൻഷി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച 10 മണിക്കാണ്, അതായത് നാളെ 10 മണിക്കാണ് UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അതിൽ നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരാളെന്ന് പറയുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള C. ജോസഫ് വിജയ് ആണ്. അദ്ദേഹം ചിലപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയേക്കും എന്നൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ സത്യപ്രതിജ്ഞയുടെ ഒരു വേദിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയാണ് AICC ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ദീപദാസ് മുൻഷി. അവരോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര സനലും കൂടെയുണ്ട്, മറ്റ് പ്രവർത്തകരും കൂടെയുണ്ട്. അക്ഷയ, എന്തായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം അവിടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി അക്ഷയ? ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തന്നെ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സ്വാഭാവികമായിട്ടും വേദിയിലേക്ക് എത്തുന്ന ഒരുപാട് ആൾക്കാർ എന്തായാലും എത്തുമെന്നുള്ളതാണ്. ഏകദേശം 1,00,000-ലധികം പേർ ഈ ചടങ്ങ് വീക്ഷിക്കാൻ നഗരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഗതാഗത ക്രമീകരണങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളതാണ് അവസ്ഥ. അത്തരത്തിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ, അതുപോലെ തന്നെ മോഡൽ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിനെത്തുന്ന MP-മാർക്കും MLA-മാർക്കും ഈ ഒരു ഗതാഗതം വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം MLA ഹോസ്റ്റലിലാണ് ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഏറെക്കുറെ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പന്തലിന്റെ ആ ഒരു ജോലിയാണെന്നുണ്ടെങ്കിലും അത് അന്തിമഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണുള്ളത്. ഉടൻ തന്നെ, അതായത് നാളെ 10 മണിയാവുമ്പോഴേക്കും എന്തായാലും ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയാകുമ്പോൾ തന്നെ ഈ പണികളെല്ലാം പൂർത്തിയാക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീഷ. യെസ്, തീർച്ചയായും അക്ഷയ. എന്തായാലും 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ അത് അത്രമേൽ പത്തരമാറ്റോടുകൂടി, പകിട്ടോടുകൂടി തന്നെ വരാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം ആരൊക്കെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതൊക്കെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്.